സൗരയൂഥത്തിനോട് സദൃശ്യമായ ആറ്റം മാതൃക അവതരിപ്പിച്ചതാര്? റുദർഫോർഡ്. ആറ്റത്തിലെ ഇലക്ട്രോൺ ന്യൂക്ലിയസിനടുത്തുള്ള ഷെല്ലിലേക്ക് നീങ്ങുന്നത് അതിന്റെ എന്ത് കുറയുമ്പോഴാണ്? ഊർജം. എം ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 18. ഒരു ഓർബിറ്റിൽ അടങ്ങിയിരിക്കാൻ കഴിയുന്ന ഏറ്റവും കൂടിയ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണം 2. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണുകളുടെ എന്തിനെ ആസ്പദമാക്കിയാണ്? ദ്വൈത സ്വഭാവത്തെ. ഒരേ ഊഷ്മാവിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന എല്ലാ വാതകങ്ങളുടെയും തുല്യവ്യാപ്തങ്ങളിൽ കാണപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. അവഗാഡ്രോ നിയമം. പ്രമാണമർദ്ദത്തിലും ഊഷ്മാവിലും സ്ഥിതി ചെയ്യുന്ന ഒരു മോൾ വാതകത്തിന്റെ വ്യാപ്തം 22.4 ലിറ്റർ. 1 ഗ്രാം തന്മാത്രാ വ്യാപ്തം. വാതകത്തിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം 1 മോൾ. 1 മോൾ എന്നതിനെ പ്രതിനിധാനം ചെയ്യുവാനുപയോഗിക്കുന്ന പ്രതീകം എൽ. സംയോജക വ്യാപ്ത നിയമം ആവിഷ്കരിച്ചത് ഗേ-ലുസാക്ക്. 12 ഗ്രാം കാർബണിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഏതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണത്തിന് തുല്യമാണ്? 32 ഗ്രാം സൾഫറിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണത്തിന് തുല്യമാണ്. ഏത് മൂലകത്തിന്റെയും ഗ്രാം അളവിലുള്ള ആറ്റോമിക മാസിൽ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളുടെ എണ്ണം 6.023 × 1023. ഒരു വസ്തുവിന്റെ തന്മാത്രാ പിണ്ഡം എത്രയാണോ അത്രയും ഗ്രാം പദാർത്ഥത്തിനെ അതിന്റെ എന്താണെന്ന് പറയുന്നു? ഗ്രാം മോൾ. 2 ലിറ്റർ ഹൈഡ്രജനും 1 ലിറ്റർ ഓക്സിജനും സംയോജിപ്പിച്ചാൽ ലഭിക്കുന്ന നീരാവിയുടെ വ്യാപ്തം എത്രയായിരിക്കും? 2 ലിറ്റർ. പൊട്ടാസ്യം ആറ്റത്തിലെ പി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 12. ആറ്റോമിക സംഖ്യ 6 ആയ ആറ്റത്തിൽ ഗോളാകൃതിയിലുള്ള ഓർബിറ്റുകളിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 4. രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും മറ്റും എണ്ണം പ്രസ്താവിക്കുന്നതിനുപയോഗിക്കുന്ന യൂണിറ്റാണ് മോൾ. അവഗാഡ്രോ സംഖ്യ എന്നത് ഏകദേശം 6.022 × 1023 ആണ്. ഒരു ഹൈഡ്രജനിൽ ആറ്റത്തിന്റെ 12 മടങ്ങ് മാസ്സുള്ള ആറ്റമാണ് ഏതിൻ്റേത്? കാർബണിൻ്റേത്. ഒരു സബ് സെല്ലിലെ വിവിധ ഓർബിറ്റുകൾക്ക് ഏതാണ് ഒരേപോലെയുള്ളത്? ക്രമീകരണ ദിശയാണ്. പി ഓർബിറ്റുകൾ ഇല്ലാത്ത മുഖ്യ ഊർജ നിലകൾ ഏതാണ്? കെ ഷെൽ. ഫോസ്ഫറസിന്റെ ഇലക്ട്രോൺ വിന്യാസം തന്നിരിക്കുന്നു. അതിന്റെ എം ഊർജ നിലയിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 5 ഇലക്ട്രോണുകൾ. അനിശ്ചിതത്വ തത്വം ആവിഷ്കരിച്ചത് ആര്? വെർണർ ഹെയ്സൺബെർഗ്. അതിസൂക്ഷ്മ കണികകളുടെ ആറ്റം സ്ഥാനം ഇവ ഒരേ സമയത്ത് കൃത്യമായി നിർണ്ണയിക്കുവാൻ സാധ്യമല്ല. ഇതാണ് ഈ തത്വം പറയുന്നത്. നീൽ ബോറിന്റെ സങ്കല്പമനുസരിച്ച് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന നിശ്ചിത പാതയെ പറയുന്ന പേര് ഓർബിറ്റ് അഥവാ ഷെൽ. ഊർജ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഷെല്ലിൽ വിട്ട് മറ്റൊരു ഷെല്ലിലേക്ക് ഇലക്ട്രോൺ മാറുന്നത്. സ്ഥിതികോർജം ഏറ്റവും കുറവുള്ള ഇലക്ട്രോണുകൾ ആറ്റത്തിന്റെ എവിടെ സ്ഥിതി ചെയ്യുന്നു? കെ ഷെല്ലിൽ. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം ഏത് മൂലകത്തിൻ്റെതാണ്? ഹൈഡ്രജന്റേത്. ബാഹ്യ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളിൽ ഏറ്റവും ആറ്റോമിക സംഖ്യ കുറഞ്ഞ ആറ്റമാണ് നിയോൺ. ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം 282 എന്നാണ്. അതിന്റെ ആറ്റോമിക സംഖ്യ 12 ആയിരിക്കും. ഒരു ഓർബിറ്റിൽ അടങ്ങിയിരിക്കാൻ കഴിയുന്ന ഏറ്റവും കൂടിയ എണ്ണം ഇലക്ട്രോണുകൾ എത്രയാണ്? 2. അപ്പോൾ സയൻസിലെ വളരെ ബേസിക് ആയിട്ടുള്ള 50 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത 50 ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്.